ഹലോ, ഇന്ന് രാവിലെയും കൂടെ ഒരു പക്ഷി ആ ഗ്ലാസ്സിൽ വന്നിടിച്ച് നിലത്ത് വീണു. അത് ഞങ്ങൾ കാണാനിടയായതുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. അല്ലെങ്കിൽ പൂച്ച കൊണ്ടുപോയേനെ. പൂച്ച ഇതിൻ്റെ മുമ്പേ അങ്ങനെ അടിച്ച് വീണിട്ട് കൊണ്ടുപോയി തിന്നുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ്. ഇതിൻ്റെ മുന്നേ ഒരിക്കലും ഇതുപോലെ അടിച്ച് വീണ് ഞങ്ങളെ മുമ്പ് തന്നെ ആയിരുന്നതുകൊണ്ട് അന്ന് ഞങ്ങളെടുത്ത് അതിനെ വെള്ളമൊക്കെ കൊടുത്ത് നെഞ്ചൊക്കെ തടവി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് പറന്നു പോയി. അതുപോലെ ഇപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഞങ്ങളിതിനെ എടുത്തുകൊണ്ട് പോയി പൈപ്പിൻ്റെ ചോട്ടിൽ തലയൊക്കെ നല്ല നനച്ച് വെള്ളമൊക്കെ കുടിപ്പിച്ചു. കൊക്കാണ് പൂവിലൊക്കെ വന്നിരുന്ന് തേൻ കുടിക്കുന്ന കാണാം. ഇടയ്ക്കൊക്കെ അടിച്ച് വീണ ആ ഷോക്ക് മാറിയില്ല ഇതുവരെ. ഏതായാലും പുറവും പിന്നെ നെഞ്ചൊക്കെ ഞങ്ങൾ തടവി ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തി. മോൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പറക്കാനൊക്കെ നോക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. ഏതായാലും രക്ഷപ്പെടട്ടെ, ഒരു ജീവനല്ലേ. എൻ്റെ കൈ വെച്ചപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഇരുന്നു. അതുപോലെ ഒരു പൂച്ച, നമ്മളെ വീട്ടിലത്തെ പൂച്ച തന്നെയാണ്. അതിന് പട്ടി പിടിച്ചു. അതിന് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ മുകളിലേക്ക് രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഇടയ്ക്ക് പട്ടി കാലിൽ പിടിച്ച് അങ്ങനെ അതിൻ്റെ പട്ടി പിടിച്ച കാല് പഴുത്ത് പകുതി പോയി. ആ കാല് പഴുത്ത് വീണ് പോയി. പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ വെച്ച് റെഡിയാക്കി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പകുതി കാലില്ല ഒന്നിൻ്റെ. ഇതിപ്പോൾ പറക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ഞങ്ങൾ പറപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ ഇത് മാറാത്തതുകൊണ്ട് അതിനൊരു പേടി. ഏതായാലും രക്ഷപ്പെടട്ടെ, ഒരു ജീവനല്ലേ. രണ്ട് 3 ജീവികളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിന് ദൈവത്തിന് സ്തുതി. ഇതാ പറന്ന് അവിടെ പോയിരുന്ന് കേട്ടോ. ആ നെറ്റ് കെട്ടിയിരുന്നു, അതിൻ്റെ ഇടയിൽ പോയിരുന്ന്. പിന്നെ അവിടുന്ന് അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല. കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ ഞാനൊരു ചെറിയ വടി എടുത്തുകൊണ്ട് വന്നിട്ട് തട്ടി നോക്കി. എന്താ വെച്ചാൽ അവിടുന്ന് പറയാൻ പറ്റൂല, ഞങ്ങൾക്ക് അകത്തേക്ക് പോകാനും പറ്റൂല. അത് അവിടുന്ന് വീണ് പോയാൽ പൂച്ച എടുത്തുകൊണ്ടോ. അങ്ങനെ പറന്നിട്ടാ ഇതാ ഈ മരത്തേലിരുന്നു കേട്ടോ. അതാ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഒന്നിനെ രക്ഷിച്ച സന്തോഷത്തിലാണ് ഞങ്ങൾ.